Good morning. Welcome back to our online class. In the last class, we have discussed our 13th chapter. Today, we are going to discuss another topic in our 13th chapter, rivers in India. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 13ാമത്തെ ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ 13ാമത്തെ ചാപ്റ്ററിലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. ടോപ്പിക്ക് റിവേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ റിവേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിലെ ഫിസിയോഗ്രഫി, കോസ്റ്റൽ പ്ലെയിന്, അതുപോലെ തന്നെ നോർത്തേൺ മൗണ്ടെയ്ൻസ്, പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഐലൻഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇന്ത്യയിലെ റിവേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പം നമുക്കറിയാം, rivers have a profound role in flourishing agriculture and in evolving an agro-based culture in India. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ അഗ്രികൾച്ചർ ഫ്ലറിഷ് ചെയ്യുക മീൻസ് നമ്മുടെ അഗ്രികൾച്ചർ അതിലൊരു പ്രോഗ്രസ് ഉണ്ടാവുന്നതിനും ഇന്ത്യയിലൊരു അഗ്രോ ബേസ്ഡ് കൾച്ചർ ഉണ്ടാവുന്നതിനും നമ്മുടെ നദികൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നദികളുടെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ഈ പിക്ചർ എന്താണ്? വാരണാസി ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ ഗംഗാ നദിയുടെ തീരത്തുള്ള വാരണാസി ടൗൺ ആണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാരണാസി ടൗണിൻ്റെ ഡെവലപ്മെൻറ്റിന് ഉണ്ടാവാൻ തന്നെ കാരണം എന്താണ്? ഈ ഗംഗയാണ്. അപ്പോൾ ഗംഗ എന്ന് പറയുന്നത് ഒരു സേക്രഡ് റിവർ, ഒരു പുണ്യ നദിയായിട്ടാണ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ടൗണും എന്തായി? വളരെ ഫേമസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. The important sources of water in North India are the Indus, the Ganga and the Brahmaputra rivers. The rivers that originate from the Himalayas are known as the Himalayan rivers. ഇനി നോർത്ത് ഇന്ത്യയിലെ തന്നെ സോഴ്സസ്, വാട്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ആയിട്ടുള്ള റിവേഴ്സാണ് ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര അല്ലേ? ഇൻഡസ് നദി, അതായത് ഇൻഡസ് എന്ന് പറഞ്ഞാൽ സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സസുകളാണ്. The rivers that originate from the Himalayas are known as the Himalayan rivers. ഇനി ഹിമാലയസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിമാലയൻ റിവേഴ്സ് എന്ന്. As they originate from the snow-clad mountains, they are perennial rivers. ഇനി അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്നോ-ക്ലാഡ് മൗണ്ടെയ്ൻസിൽ നിന്നാണ് ആയതുകൊണ്ട്, സ്നോ-ക്ലാഡ് മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, മഞ്ഞ് മൂടി കിടക്കുന്നത് അല്ലേ? ഹിമാലയാസൊക്കെ എപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്ന മൗണ്ടെയ്ൻസ് ആണ്. അപ്പോൾ ഈ ഹിമാലയൻ റിവേഴ്സ് ഹിമാലയത്തിൽ നിന്ന്, അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മൗണ്ടെയ്ൻസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ പെരണിയൽ റിവേഴ്സ്. അത് പെരണിയൽ റിവേഴ്സാണ്. പെരണിയൽ റിവേഴ്സ് മീൻസ് എല്ലാ കാലത്തും നമുക്ക് വെള്ളം അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഹിമാലയൻ റിവേഴ്സിൽ നിന്ന് മഞ്ഞുരുകിയിട്ട് ഉള്ള വെള്ളം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മഴയിൽ നിന്നുള്ള വെള്ളവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവ പെരണിയൽ റിവേഴ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ കാലത്തും നമുക്ക് വെള്ളം ആ നദികളിൽ നിന്ന്, അതായത് ഹിമാലയൻ റിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ ദി ഡിപ്പോസിഷൻ ഓഫ് ആലുവൈ ബ്രോഡ് ബൈ ദി ഹിമാലയൻ റിവേഴ്സ്. ഇനി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഫോം ചെയ്യുന്നത്, നമ്മൾ ആ പ്ലെയിൻസിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? ഈ ഹിമാലയൻ റിവേഴ്സിലെ ആലുവൈ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, ആലുവൈ സോയിൽ അല്ലേ നമ്മൾ പറഞ്ഞു, അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിലേക്ക് എഴുതാനുള്ള ഭാഗം ഏതാണ്? നോർത്ത് ഇന്ത്യയിലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് റിവേഴ്സ്, അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര എന്നുള്ളത് അല്ലേ? ഇനി അടുത്തത് നിങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത് ഹിമാലയൻ റിവേഴ്സാണ്. ഹിമാലയൻ റിവേഴ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഹിമാലയൻ റിവേഴ്സ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് എഴുതേണ്ടത് ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി ഹിമാലയാസ് ആർ നോൺ ആസ് ദി ഹിമാലയൻ റിവേഴ്സ്. As they originate from the snow-clad mountains, they are perennial rivers. ഇത്രയുമാണ് നോട്ടിലേക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എഴുതേണ്ടത്. ഇനി അടുത്തത്, the rivers that originate from the peninsular plateau are known as the peninsular rivers.
ഇനി പെനിൻസുലാർ റിവേഴ്സ്. എന്താണ് പെനിൻസുലാർ റിവേഴ്സ്? ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെയാണ് എന്ത് പറയുന്നത്? പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത്. ദ മേജർ പെനിൻസുലാർ റിവേഴ്സ് ആർ ദി ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ ആൻഡ് ദി താപ്തി. ഇനി പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതാണ് മേജർ പെനിൻസുലാർ റിവേഴ്സ്. ആസ് ദീസ് റിവേഴ്സ് ആർ റെയിൻഫെഡ് ദേ ആർ നോൺ പെരനിയൽ. ഇനി ഈ റിവേഴ്സ് എല്ലാം തന്നെ എന്താണ്? റെയിൻഫെഡ് ആണ്. റെയിൻഫെഡ് മീൻസ് മഴയെ ആശ്രയിച്ച് മാത്രം, അതായത് മഴയിൽ നിന്നുള്ള വെള്ളം മാത്രമാണ് ഈ റിവേഴ്സിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ദേ ആർ നോൺ പെരനിയൽ ആണ്. നോൺ പെരനിയൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പെരനിയൽ റിവേഴ്സിലെ എല്ലാ കാലത്തും വെള്ളം കിട്ടുന്ന റിവേഴ്സാണ് പെരനിയൽ റിവേഴ്സ്. അത് ഹിമാലയൻ റിവേഴ്സ് ആണെന്ന് പറഞ്ഞു. കാരണം എന്താ പറഞ്ഞത്? അത് മഴയിൽ നിന്ന് കിട്ടുന്നുണ്ട്, മഞ്ഞുരുകിയിട്ടുള്ള വെള്ളവും കിട്ടുന്നുണ്ട്. പക്ഷേ പെനിൻസുലാർ റിവേഴ്സ് നോൺ പെരനിയൽ ആണ്. കാരണം എന്താണ്? അത് വെള്ളം എങ്ങനെയാണ്? മഴയിൽ നിന്നുള്ള വെള്ളം മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എന്തു പറയുന്നത്? നോൺ പെരനിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ഹെഡിങ് എന്ത് കൊടുക്കണം? പെനിൻസുലാർ റിവേഴ്സ് എന്ന് എഴുതുക. പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ ആർ നോൺ ആസ് ദി പെനിൻസുലാർ റിവേഴ്സ്. ഇനി അത് എഴുതി കഴിഞ്ഞിട്ട് മേജർ പെനിൻസുലാർ റിവേഴ്സ് എന്നുള്ള അടുത്ത ഹെഡിങ് കൊടുക്കുക. മേജർ പെനിൻസുലാർ റിവേഴ്സ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് ഇവിടെയുള്ള ഈ റിവേഴ്സിൻ്റെ പേരൊക്കെ എഴുതുക. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ ആൻഡ് താപ്തി. ഇനി അതിൻ്റെ കൂടെ തന്നെ ആസ് ദീസ് റിവേഴ്സ് ആർ റെയിൻഫെഡ് ദേ ആർ നോൺ പെരനിയൽ. ഇത്രയുമാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട് അല്ലേ? ക്ലാസിഫൈ ദ പെനിൻസുലാർ റിവേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദ ഓഷ്യൻ വിച്ച് ദേ ജോയിൻ. ഈ ടേബിളിൽ എഴുതേണ്ടത് പെനിൻസുലാർ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? അത് ഏതിലാണ് ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത്, എവിടേക്ക്? ഇപ്പോൾ ഈ നദികളൊക്കെ ഒഴുകി അവസാനം എവിടെയാണ് എത്തിച്ചേരുന്നത്, അങ്ങനെയുള്ള എഴുതാനുള്ള ഒരു ടേബിളാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കൊടുക്കുക, ക്ലാസിഫൈ ദ പെനിൻസുലാർ റിവേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഓഷ്യൻ വിച്ച് ദേ ജോയിൻ എന്നുള്ള ക്വസ്റ്റ്യൻ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടേബിൾ വരയ്ക്കുക. അതിൽ റിവേഴ്സ് ഫ്ലോയിങ് ടു ദി അറേബ്യൻ സീ, അറേബ്യൻ സീയിലേക്ക് എത്തിച്ചേരുന്ന പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെ? റിവേഴ്സ് ഫ്ലോയിങ് ടു ദ ബേ ഓഫ് ബംഗാൾ, ബേ ഓഫ് ബംഗാളിലേക്ക് എത്തിച്ചേരുന്ന പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെ? അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ കോളം റിവേഴ്സ് ഫ്ലോയിങ് ടു ദ അറേബ്യൻ സീ. അറേബ്യൻ സീയിൽ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്ന പെനിൻസുലാർ റിവേഴ്സാണ് നർമ്മദയും താപ്തിയും. അപ്പം ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ എഴുതേണ്ട 2 റിവേഴ്സ് ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി. ഇനി രണ്ടാമത്തെ കോളത്തിൽ റിവേഴ്സ് ഫ്ലോയിങ് ടു ദ ബേ ഓഫ് ബംഗാൾ, ബേ ഓഫ് ബംഗാളിലേക്ക് എത്തിച്ചേരുന്ന റിവേഴ്സ് ബാക്കി അതിലേതാ ഉള്ളത്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഈ റിവേഴ്സ് എല്ലാമാണ് ഏതിലുള്ളത്? ബേ ഓഫ് ബംഗാളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ എഴുതേണ്ടത്. ഇതും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ക്ലാസിഫൈ ദ പെനിൻസുലാർ റിവേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓഷ്യൻ വിച്ച് ദേ ജോയിൻ എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതി ഈ ഒരു ടേബിൾ വരയ്ക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ റിവേഴ്സിൻ്റെ പേരാണ് ഈ ടേബിളിൽ എഴുതി വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ ഇതാണ് നമ്മളെ ഒരു റിവേഴ്സിൻ്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റിവേഴ്സും നിങ്ങൾക്ക് ആ ഒരു മാപ്പിൽ കാണാം. ആ മാപ്പിൽ ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതാണ് റിവേഴ്സിൻ്റെ ഒരു മാപ്പ് കാണുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് സോയിൽ ടൈപ്സ് ആണ്, സോയിൽ ടൈപ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിലെ മണ്ണിനങ്ങളെക്കുറിച്ച്, സോയിൽ ടൈപ്സിനെ കുറിച്ചിട്ടാണ്. സോയിൽ പ്ലേസ് എ കൺസിഡറബിൾ റോൾ ഇൻ മേക്കിംഗ് ഇന്ത്യ ആൻ അഗ്രികൾച്ചറൽ കൺട്രി. ഇന്ത്യ ഒരു അഗ്രികൾച്ചറൽ കൺട്രി ആവുന്നതിൽ, അല്ലെങ്കിൽ നമുക്കറിയാം കൃഷിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ആവുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആര് വഹിക്കുന്നുണ്ട്? നമ്മുടെ സോയിൽ, മണ്ണ്. ഡൈവേഴ്സ് സോയിൽ ടൈപ്സ് എയ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഡൈവേഴ്സ് ക്രോപ്സ്. അപ്പോൾ പലതരത്തിലുള്ള മണ്ണുകളുണ്ട്. ആ പലതരത്തിലുള്ള ഉള്ളത് കൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ക്രോപ്സുകൾ നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാവുന്നതിന് കാരണം. അപ്പോൾ ഇന്ത്യയിലെ സോയിൽസിൻ്റെ ഒരു മാപ്പാണിത്. ഇതിൽ ഓരോ കളറിൽ നിങ്ങൾക്ക് കാണാനുണ്ട്. ഇവിടെ അതിൽ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ആലുവയിൽ സോയിലാണ്.
അല്ലേ? അതുപോലെ തന്നെ ബ്ലാക്ക് സോയിൽ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെസേർട്ട് സോയിൽ ഒരു ആഷ് കളറിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഡെസേർട്ട് സോയിൽ. പിന്നെ ലാറ്ററൈറ്റ് സോയിൽ അതൊരു ഓറഞ്ച് കളറിൽ ലാറ്ററൈറ്റ് സോയിലുണ്ട്. ദെൻ മൗണ്ടെയിൻ സോയിൽ ഒരു എന്താണ് ഒരു റെഡിഷ് ഏകദേശം ഒരു ബ്രൗൺ ആ ഒരു കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് സോയിൽ റെഡ് കളറിൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മണ്ണിൻ്റെ സോയിൽ ടൈപ്സുകളുടെ ഒരു മാപ്പാണിത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അലുവൈൽ സോയിൽ എന്നുള്ളത്. ബാക്കി നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ ഈ പോയിന്റിൽ ഫില്ല് ചെയ്യേണ്ടത്? ബ്ലാക്ക് സോയിൽ, ഡെസേർട്ട് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, മൗണ്ടെയിൻ സോയിൽ, റെഡ് സോയിൽ അല്ലേ, ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. ഇനി നോക്കൂ, ഓരോന്നിൻ്റെയും പ്രത്യേകതകളാണ്. The alluvial soil in the North Indian plain and other river valleys is the most fertile one. ഇനി ആലുവൈൽ സോയിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെയും അതുപോലെ തന്നെ മറ്റ് റിവർ വാലീസിലെയും ആലുവൈൽ സോയിൽ എന്നുള്ളത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. Our river valleys rich in alluvial soil have long been a lush agricultural region. അപ്പോൾ നമ്മുടെ റിവർ വാലീസിലുള്ള ഈ ആലുവൈൽ സോയിൽ നമ്മളെ നല്ലൊരു അഗ്രികൾച്ചറൽ റീജിയൺ ആക്കി മാറ്റുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇനി ദ ബ്ലാക്ക് സോയിൽ ഓഫ് ദ പെനിൻസുലാർ പ്ലാറ്റു ഈസ് ഐഡിയൽ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ, ഷുഗർ കെയിൻ എക്സെട്ര. ഇനി പെനിൻസുലാർ പ്ലാറ്റുവിൽ കാണപ്പെടുന്ന ബ്ലാക്ക് സോയിൽ അതെന്തിനാണ്? കോട്ടൺ, ഷുഗർ കെയിൻ്റെ കൾട്ടിവേഷന് വളരെയധികം നല്ലതാണ്. Then red soil and laterite soil are the other important types of soil in the plateau region. ഇനി പ്ലാറ്റ്യൂ റീജിയണിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? റെഡ് സോയിലും ലാറ്ററൈറ്റ് സോയിലുമാണ് അല്ലേ. ദെൻ ദോ ലെസ് ഫെർട്ടൈൽ ദീസ് സോയിൽ ടൈപ്സ് ആർ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ ബൈ സപ്ലിമെൻറ്റിംഗ് വിത്ത് മാനുവർ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന റെഡ് സോയിലും ലാറ്ററൈറ്റ് സോയിലും അതിന് ഫെർട്ടിലിറ്റി കുറവാണ്, ഫെർട്ടൈൽ കുറവായിട്ടുള്ള സോയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സോയിൽസ് പിന്നെ നമ്മൾ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ ബൈ സപ്ലിമെൻറ്റിംഗ് വിത്ത് മാനുവർ. അത് നമ്മൾ മാനുവർ വളം കൂടി ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറിഗേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ ഇൻ ദ ഡ്രൈ സോയിൽ ഓഫ് രാജസ്ഥാൻ ഡെസേർട്ട്. അതുപോലെ തന്നെ രാജസ്ഥാൻ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഡ്രൈ സോയിലിന് എന്താ അത്യാവശ്യമാണ്? ഇറിഗേഷൻ. മൗണ്ടെയിൻ സോയിൽ ഈസ് ദ സോയിൽ ഫൗണ്ട് ഇൻ ദ ഡെൻസിലി ഫോറസ്റ്റഡ് മൗണ്ടേനിയസ് റീജിയൻ. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടൻറ്റ്. ഇനി അതുപോലെ തന്നെ മൗണ്ടേനിയസ് റീജിയൻ, ഡെൻസിലി ഫോറസ്റ്റഡ് ആയിട്ടുള്ള അതായത് ഇടതൂർന്ന വനങ്ങളുള്ള മൗണ്ടേനിയസ് റീജിയനിൽ കാണപ്പെടുന്ന മൗണ്ടെയിൻ സോയിൽ അത് പിന്നെ ഒരുപാട് ഹ്യൂമസ് കണ്ടൻറ്റ് ഉള്ളതാണ്. റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജൈവാംശങ്ങൾ ഉള്ള മണ്ണാണ്, ഹ്യൂമസ് കണ്ടൻറ്റ് ഉള്ള മണ്ണാണ്. അപ്പോൾ അതിൽ ഇനി നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത് എന്താണ്? ഈ ഹെഡിങ് കൊടുക്കുക, സോയിൽ ടൈപ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഓരോ സോയിലിനെയും കുറിച്ചിട്ടാണ് ആദ്യത്തെ ഹെഡിങ് ആലുവൈൽ സോയിൽ എന്ന് കൊടുക്കുക. ആലുവൈൽ സോയിൽ എന്ന് കൊടുത്തിട്ട് ദ ആലുവൈൽ സോയിൽ ഇൻ ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് അതർ റിവർ വാലീസ് ഈസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ വൺ എന്നുള്ളതാണ് ആദ്യത്തിൽ കൊടുക്കേണ്ടത്. ഇനി അടുത്ത പോയിൻ്റായിട്ട് ദ ബ്ലാക്ക് സോയിൽ, അടുത്ത ഹെഡിങ് ബ്ലാക്ക് സോയിൽ എന്ന് കൊടുക്കുക. ബ്ലാക്ക് സോയിൽ ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് ഐഡിയൽ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ, ഷുഗർ കെയിൻ എക്സെട്ര. ദെൻ അടുത്ത ഹെഡിങ് എന്താണ്? റെഡ് സോയിൽ ആൻഡ് ലാറ്ററൈറ്റ് സോയിൽ ഒന്നിച്ചു കൊടുത്താൽ മതി. റെഡ് സോയിൽ ആൻഡ് ലാറ്ററൈറ്റ് സോയിൽ ആർ ദി അതർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻ. ഇനി അതിൽ ഈ സെൻറ്റൻസ് കൂടി ആഡ് ചെയ്യുക. ദോ ലെസ് ഫെർട്ടൈൽ ദീസ് സോയിൽ ടൈപ്സ് ആർ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ ബൈ സപ്ലിമെൻറ്റിംഗ് വിത്ത് മാനുവർ. ഇനി അടുത്തത് മൗണ്ടെയിൻ സോയിൽ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. മൗണ്ടെയിൻ സോയിൽ ഈസ് ദ സോയിൽ ഫൗണ്ട് ഇൻ ദ ഡെൻസിലി ഫോറസ്റ്റഡ് മൗണ്ടേനിയസ് റീജിയൻ. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടൻറ്റ്. ഇത്രയുമാണ് ഇതിൽ നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഓരോ മണ്ണിൻ്റെയും ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഈ സെൻറ്റൻസുകളൊക്കെ ഓരോന്നിലും എഴുതാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ക്ലൈമറ്റ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ്. ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഡൈവേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റ് തന്നെ എല്ലായിടത്തും ഒരുപോലെയല്ല, ഡൈവേഴ്സാണ് അല്ലേ, അത് വൈവിധ്യങ്ങളുണ്ട്. ചിറാപുഞ്ചി വിച്ച് റെക്കോർഡ്സ് ദ വേൾഡ്സ് ഹയസ്റ്റ് റെയിൻഫാൾ ഈസ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റെയിൻഫാൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? ചിറാപുഞ്ചിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതണം. എന്താണ്? ഡാഷ് റെക്കോർഡ്സ് ദ വേൾഡ്സ് ഹയസ്റ്റ് റെയിൻഫാൾ ഈസ് ഇൻ ഇന്ത്യ എന്നുള്ളത് എഴുതുക. എന്നിട്ട് അതിൻ്റെ ആൻസർ എന്താണ്? ചിറാപുഞ്ചി നോട്ടിലേക്ക് എഴുതുക. ഇനി അടുത്തതായിട്ട് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ജനറലി നോൺ ആസ്
tropical monsoon climate. 3 distinct seasons are identified in India. ഇനി ഇന്ത്യയിലുള്ള 3 സീസൺസ് ഏതൊക്കെയാണ്? സമ്മർ സീസൺ, വിൻ്റർ സീസൺ, റെയിനി സീസൺ. ഇതാണ് ഇന്ത്യയിൽ നമ്മൾ അനുഭവപ്പെടുന്ന 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസൺ. ഡിസ്റ്റിങ്ക്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സീസൺ. അപ്പോൾ അടുത്തത് നോട്ടിലേക്ക് എഴുതുക. എന്താണ്? ദ 3 ഡിസ്റ്റിങ്ക്റ്റ് സീസൺസ് ആർ ഐഡൻറ്റിഫൈഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ 3 പോയിൻ്റ് നോട്ടിലേക്ക് എഴുതുക. ഇനി ഓരോന്നും ഇപ്പോൾ ആ 3 പോയിൻ്റ് കഴിഞ്ഞ് ഇനി സമ്മർ സീസണിനെ കുറിച്ചിട്ടാണ്. സമ്മർ സീസൺ ഇൻ ഇന്ത്യ ഈസ് എക്സ്പീരിയൻസ്ഡ് ഫ്രം മാർച്ച് ടു മെയ്. ഇപ്പോൾ നമുക്ക് സമ്മർ സീസൺ കിട്ടുന്നത് എപ്പോഴാണ്? മാർച്ച് ടു മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ് സമ്മർ സീസൺ. ഡ്യൂറിങ് ദിസ് പീരീഡ് നോർത്ത് ഇന്ത്യ എക്സ്പീരിയൻസസ് സിവിയർ ഹീറ്റ്. ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ എന്തായിരിക്കും? വളരെ ചൂടായിരിക്കുന്ന സമയമാവും അല്ലേ? സമ്മർ ഈസ് മൈൽഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ ഓവിങ് ടു ഇറ്റ്സ് പ്രോക്സിമിറ്റി ടു ദ സീ. ഇനി സമ്മർ മൈൽഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ തീരങ്ങളിൽ സമ്മർ മൈൽഡ് ആയിരിക്കും, എന്നാൽ മിതമായിട്ടുള്ള രീതിയിലായിരിക്കും. കാരണം എന്താണ്? ഇറ്റ്സ് പ്രോക്സിമിറ്റി ടു ദ സീ, അതായത് സീയോട് അടുത്ത് കിടക്കുന്നതായതുകൊണ്ട് തന്നെ അവിടെ ഒരു മൈൽഡ് ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. ജനറലി ദ ഓൾ ഓഫ് ഇന്ത്യ എക്സ്പീരിയൻസ് ഡ്രോട്ട് ഡ്യൂറിങ് ദിസ് പീരീഡ് ദോ ഐസൊലേറ്റഡ് സമ്മർ റെയിൻസ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ സം റീജിയൻസ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ ഒരു നോക്കുമ്പോൾ ഒരു ഡ്രോട്ട് ആയിട്ടുള്ള ഒരു പീരീഡാണ് ഈ സമയം. പക്ഷേ എങ്കിലും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് സീസൺസ് ഐഡൻറ്റിഫൈഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഈ 3 എഴുതിയിട്ട് പിന്നെ സമ്മർ സീസൺ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ദ സമ്മർ സീസൺ ഇൻ ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് ഫ്രം മാർച്ച് ടു മെയ് എന്നുള്ളത് ആ ഒരു സെൻറ്റൻസാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. ആ ഒരു സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി അതിൽ. ഇനി അടുത്തത് നോക്കിയേ, ഡ്രോട്ട് എ നാച്ചുറൽ ഡിസാസ്റ്റർ. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച അല്ലെ, ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്. ഡ്രോട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് സിവിയർ വാട്ടർ സ്കേഴ്സിറ്റി ഡ്യൂ ടു എയ്തർ ദി ലാക്ക് ഓഫ് റെയിൻ ഓർ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിവിയർ വാട്ടർ സ്കേഴ്സിറ്റി അല്ലേ. ഇപ്പോൾ നമുക്ക് മഴ ലഭിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്? ഡ്രോട്ട്, വരൾച്ച എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 1/3 ഓഫ് ഇന്ത്യ ഈസ് ഡ്രോട്ട് അഫക്റ്റഡ്. ഏകദേശം ഇന്ത്യയിൽ 1/3 ആളുകൾ ഡ്രോട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ദ സിവിയോറിറ്റി ഓഫ് ദിസ് ഡിസാസ്റ്റർ വിച്ച് കോസ് ക്രോപ്പ് ഫെയിലിയർ, സ്കേഴ്സിറ്റി ഓഫ് പോർട്ടബിൾ വാട്ടർ എക്സെട്ര ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. ഇപ്പോൾ ഈ ഒരു ഡിസാസ്റ്റർ കാരണം ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്കേഴ്സിറ്റി ഓഫ് പോർട്ടബിൾ വാട്ടറിന് അല്ലേ സ്കേഴ്സിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കാം? ഇപ്പോൾ നമുക്ക് ഈ വാട്ടർ സ്കേഴ്സിറ്റി ഒക്കെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് 3 പോയിൻ്റായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ലിങ്കിങ് വാട്ടർ റിച്ച് റിവേഴ്സ് വിത്ത് ദ വാട്ടർ ഡെഫിഷ്യൻറ്റ് റിവേഴ്സ് ഓഫ് ദി ഡ്രൈ റീജിയൻ. അതായത് നമുക്ക് വെള്ളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വാട്ടർ എത്തിക്കുക, ലിങ്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കൾട്ടിവേറ്റിംഗ് ഡ്രോട്ട് റെസിസ്റ്റൻറ്റ് ക്രോപ്സ്. ഡ്രോട്ടിനെ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന ക്രോപ്പുകൾ കൾട്ടിവേറ്റ് ചെയ്യുക. പ്രൊമോട്ടിംഗ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്തത് നിങ്ങൾ നോട്ടിലേക്ക് ഡ്രോട്ട് എന്നുള്ള ഒരു ഹെഡിങ് ആണ് എഴുതേണ്ടത്. അതിൽ ഡ്രോട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് സിവിയർ വാട്ടർ സ്കേഴ്സിറ്റി ഡ്യൂ ടു എയ്തർ ദ ലാക്ക് ഓഫ് റെയിൻ ഓർ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ. അത്രയുമാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് റെഡ്യൂസ് ചെയ്യുക? ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. അടുത്തത് പിന്നെ റെഡ്യൂസ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഈ 3 പോയിൻറ്റും എഴുതുക. ബാക്കിയുള്ളത് ഇതിൽ എഴുതേണ്ടതാണ്. ഡ്രോട്ട് ഈസ് ദ സിറ്റുവേഷൻ തൊട്ടിട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ വരെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഈ 3 പോയിൻറ്റുകളും എഴുതുക. ഇതിൽ ഇത്രയും കാര്യങ്ങൾ നോട്ടിലേക്ക് എഴുതാം. ദെൻ അപ്പോൾ അടുത്തത് വിൻ്റർ സീസൺ. ദ വിൻ്റർ സീസൺ ഇൻ ഇന്ത്യ ഈസ് എക്സ്പീരിയൻസ്ഡ് ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി. ഇനി നമ്മളെ ഇന്ത്യയിൽ വിൻ്റർ സീസൺ എപ്പോഴാണ്? ഡിസംബർ ടു ഫെബ്രുവരി വരെയാണ്. ഡ്യൂറിങ് ദിസ് പീരീഡ് നോർത്ത് ഇന്ത്യ എക്സ്പീരിയൻസസ് സിവിയർ കോൾഡ് ആൻഡ് സ്നോഫാൾ ഒക്യുർ എലോങ് ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. ഈ ഒരു സമയത്ത് നോർത്ത് ഇന്ത്യയിൽ വളരെയധികം തണുപ്പും അതുപോലെ തന്നെ മഞ്ഞുവീഴ്ച അല്ലേ സ്നോഫാളൊക്കെ ഉണ്ടാവും. Though generally the atmosphere remains dry,
റെയിൻഫാൾ ഒക്കിയേഴ്സ് ഇൻ പഞ്ചാബ് ആൻഡ് സറൗണ്ടിങ് റീജിയൻസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് അറ്റ്മോസ്ഫിയർ ഒരു ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പഞ്ചാബ് അതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിൽ റെയിൻഫാൾ ഉണ്ടാവാറുണ്ട്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ വീറ്റ് കൾട്ടിവേഷൻ. ഇത് പിന്നെ വീറ്റ് കൾട്ടിവേഷന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, ഒരു കാലാവസ്ഥയാണ്. കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യ, വിൻ്റർ ഈസ് മൈൽഡ് ഇൻ സൗത്ത് ഇന്ത്യ. ഇനി നമ്മൾ നോർത്ത് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ വിൻ്റർ മൈൽഡായിട്ടായിരിക്കും. അപ്പോൾ വിൻ്റർ സീസൺ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിൽ നിങ്ങൾ എഴുതേണ്ടത് ദ വിൻ്റർ സീസൺ ഇൻ ഇന്ത്യ ഈസ് എക്സ്പീരിയൻസ്ഡ് ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി. ആ ഒരു സെൻറ്റൻസ് എഴുതുക. അത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പഞ്ചാബിൽ അല്ലേ, ഡാഷ് ക്ലൈമറ്റ് ഈസ് ഐഡിയൽ ഫോർ വീറ്റ് കൾട്ടിവേഷൻ ഇൻ പഞ്ചാബ്. അപ്പോൾ അതേതാണ്, വിൻ്റർ സീസണാണ്. അപ്പോൾ ഡാഷ് കൾട്ടിവേഷൻ ഡാഷ് സീസൺ ഐഡിയൽ ഫോർ വീറ്റ് കൾട്ടിവേഷൻ ഇൻ പഞ്ചാബ് എന്നുള്ള ആണ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. അതേത് സീസണാണ്, വിൻ്റർ സീസൺ. അതും കൂടി നോട്ടിലേക്ക് എഴുതുക. ദെൻ നെക്സ്റ്റ് റെയിനി സീസൺ. അടുത്തത് റെയിനി സീസണാണ്. ദർ ആർ 2 റെയിനി സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 2 റെയിനി സീസൺസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. അതിൽ ആദ്യത്തേത് ഏതാണ്, ജൂൺ ടു സെപ്റ്റംബർ. ഡ്യൂറിംഗ് ദിസ് സീസൺ ദ മൗണ്ടെയിൻ റേഞ്ചസ് ബ്ലോക്ക് ദ മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദി ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് കോസ് വൈഡ് സ്പ്രെഡ് റെയിൻ all along the western coast, the northeastern state and along the foothills of the Himalayas. This period known as the southwest monsoon season is the rainiest period in India. അപ്പോൾ 2 റെയിനി സീസൺ ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഈ ഒരു സീസണിൽ മൗണ്ടെയിൻ റേഞ്ചസ് ബ്ലോക്ക് ദി മോയ്സ്ചർ ലേഡൻ മീൻസ് ബ്ലോയിങ് ഫ്രം ദി ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്ന ആ ഒരു മോയ്സ്ചർ ആയിട്ടുള്ള വിൻഡിനെ, അതായത് ഈർപ്പം നിറഞ്ഞിട്ടുള്ള വിൻഡിനെ മൗണ്ടെയിൻ റേഞ്ചസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് കോസ് വൈഡ് സ്പ്രെഡ് റെയിൻ ഓൾ അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ്, ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആൻഡ് അലോങ് ദ ഫുഡ് ഹിൽസ് ഓഫ് ദി ഹിമാലയാസ്. അപ്പോൾ ഇത് കാരണം വെസ്റ്റേൺ കോസ്റ്റിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും ഹിമാലയാസിൻ്റെ താഴ്വരകളിലും ഒക്കെ നമുക്ക് മഴ കിട്ടുന്നതിന് കാരണമാവുന്നുണ്ട്. ഈ പീരീഡ്, ദിസ് പീരീഡ് നോൺ ആസ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഈസ് ദി റെയിനിയസ്റ്റ് പീരീഡ് ഇൻ ഇന്ത്യ. ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, ഇന്ത്യയിലെ റെയിനിയസ്റ്റ് പീരീഡ് അല്ലേ, ജൂൺ ടു സെപ്റ്റംബർ വരെ. അപ്പോൾ അതിൽ റെയിനി സീസണിൽ സൗത്ത് വെസ്റ്റ് റെയിനി സീസൺ എന്നുള്ള മെയിൻ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൽ സബ് ഹെഡിങ് ആയിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് എഴുതാനുള്ളത് എന്താണ്, ദർ ആർ 2 റെയിനി സീസൺസ് ഇൻ ഇന്ത്യ തൊട്ടിട്ട് ലാസ്റ്റ് വരെ, അതായത് ദിസ് പീരീഡ് നോൺ ആസ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഈസ് ദി റെയിനിയസ്റ്റ് പീരീഡ് ഇൻ ഇന്ത്യ എന്ന് വരെ എഴുതണം. ദെൻ ഇനി അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് റെയിനി സീസൺ ഈസ് ബാക്ക് ഫ്രം ഒക്ടോബർ ടു നവംബർ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴക്കാലം കിട്ടുന്നത് ഒക്ടോബർ ടു നവംബർ വരെയുള്ള സീസണിലാണ്. ഡ്യൂറിങ് ദിസ് പീരീഡ് നോൺ ആസ് ദി നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. ഈ ഒരു കാലഘട്ടം, ഈ ഒരു പീരീഡിനെയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. The eastern coast of India receives the highest amount of rainfall, especially along the Tamil Nadu and the Andhra coast. അപ്പോൾ ഈ ഒരു സമയത്താണ് എന്താണ്, ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ കിട്ടുന്നത്, പ്രത്യേകിച്ചും തമിഴ്നാട്, ആന്ധ്ര കോസ്റ്റിലൊക്കെ മഴ കിട്ടുന്നത്. കേരളത്തിലും ഈ സമയത്ത് മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ രണ്ടാമത്തെ ഹെഡിങ് ഏതാണ്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. അപ്പോൾ ഇതിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറഞ്ഞാൽ ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ഏതാണ്, എവിടുന്ന് മുതൽ, ഫ്രം ഒക്ടോബർ ടു നവംബർ എന്നുള്ളത് കൊടുക്കുക. ആ ഒരു ഇത് മാത്രം എഴുതിയാൽ മതി. നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എക്സ്പീരിയൻസ്ഡ് ഫ്രം ഒക്ടോബർ ടു നവംബർ, അത്രയും എഴുതാം. ഇനി നോക്കൂ അടുത്തത് വെൻ ദ ഫ്ലഡ് ത്രെട്ടൺസ്. ഇനി ഫ്ലഡ്, വെള്ളപ്പൊക്കം അല്ലേ. The flood occurring in different parts of the country during the rainy season is a threat to both human life and agricultural land.
ഇപ്പോൾ നമുക്കറിയാം ഫ്ലഡിൻ്റെ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സമയത്ത് റെയിനി സീസണിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹ്യൂമൻ ലൈഫിനും അഗ്രികൾച്ചറൽ ലാൻഡിനും ഒക്കെ ഒരുപാട് ത്രെട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. ദ കോസ് ഫോർ ഫ്ലഡ് ഇൻ ഇന്ത്യ ആർ ദി ഹെവി റെയിൻസ് ഡ്യൂറിങ് മൺസൂൺസ്. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു കാരണം എന്താണ്, മൺസൂൺസിൽ ഉണ്ടാവുന്ന ഹെവി റെയിൻസ് ആണ് ഇന്ത്യയിൽ ഫ്ലഡ് ഉണ്ടാവുന്നതിനുള്ള ഒരു കാരണം. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഓൺ ദ റിവർ ബാങ്ക്സ് ആൻഡ് ദ റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. പിന്നെ അതുപോലെ തന്നെ റിവർ ബാങ്ക്സിൽ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുക, പാഡി ഫീൽഡ്സുകളൊക്കെ റിക്ലമേഷൻ, മണ്ണിട്ട് നികത്ത്, ഇതൊക്കെ നമുക്ക് കാരണങ്ങളാണ്. ദ പ്രിക്കോഷണറി സ്റ്റെപ്സ് ആൻഡ് മെഷേഴ്സ് അഡോപ്റ്റഡ് ടു ചെക്ക് ആൻഡ് ടു റെഡ്യൂസ് ഡാമേജ് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി കോസ്ഡ് ബൈ ദിസ് നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പോൾ ഇനി എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്? അതാണ് അവിടെ കൊടുത്തുള്ള കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസുകൾ നിർമ്മിക്കുക, അഫോറസ്റ്റേഷൻ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഡിസ്കറേജിങ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻസ് ഇൻ ദി അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ അപ്പർ കോഴ്സിൽ ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കറേജ് ചെയ്യുക. റീലൊക്കേറ്റിംഗ് പീപ്പിൾ ഫ്രം ദി ഫ്ലഡ് അഫക്റ്റഡ് റീജിയൻസ്. ഇനി ഫ്ലഡ് അഫക്റ്റ് ചെയ്ത റീജിയൻസിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക. എസ്റ്റാബ്ലിഷിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റംസ്. അതുപോലെ തന്നെ ഫ്ലഡ് അഫക്റ്റ് അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് മുന്നേ തന്നെ വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷണറി സ്റ്റെപ്സ്. അപ്പോൾ ഇതിൽ ഫ്ലഡ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക, എന്നിട്ടൊരു ഐഫൺ ഇട്ടിട്ട് പ്രിക്കോഷണറി സ്റ്റെപ്സ് എന്നുള്ളത് കൊടുക്കുക. ഫ്ലഡ് എന്നുള്ള മെയിൻ ഹെഡിങ് കൊടുത്ത് ഐഫൺ ഇട്ടിട്ട് പ്രിക്കോഷണറി സ്റ്റെപ്സ് കൊടുത്തിട്ട് ഈ ഒരു പോയിന്റുകൾ 2, 4, 5 പോയിന്റുകൾ മാത്രം നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. ഇനി അടുത്തത് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് അനിമൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷനും അനിമൽ ഡൈവേഴ്സിറ്റിയുമാണ് ഇനി അടുത്തത്. നോക്കൂ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് അനിമൽ ലൈഫ് ഓഫ് ഇന്ത്യ എന്നുള്ളത് നോക്കിയേ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, അതിലാദ്യത്തത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് റൈറ്റ് ദ വേരിയസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് അനിമൽ ലൈഫ് ഓഫ് ഇന്ത്യ. നോട്ടിലേക്ക് എഴുതേണ്ടതാണ് പറയുന്നത്. റൈറ്റ് ദി വേരിയസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് അനിമൽ ലൈഫ് ഓഫ് ഇന്ത്യ. അത് എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഹെഡിങ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ്? ദ എവർഗ്രീൻ ഫോറസ്റ്റ് എക്സിസ്റ്റ് അലോങ് ദ വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് വേർ ദർ ഈസ് ഹൈ ആനുവൽ റെയിൻഫാൾ. ഇനി എവർഗ്രീൻ ഫോറസ്റ്റ് എവിടെയൊക്കെ? വെസ്റ്റേൺ ഗഡ്സ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അവിടെ ഹൈ ആനുവൽ റെയിൻഫാൾ ആയിരിക്കും. ഇവിടെ കാണപ്പെടുന്ന അനിമൽസ് ഏതൊക്കെയാണ്? ലയൺ ടെയിൽ മാക്കാക്ക് അല്ലേ, സിംഹവാലൻ കുരങ്ങുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നേക്സുകൾ, വെറൈറ്റി ഓഫ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പ്രാണികൾ. ആൻഡ് ഡിഫറെൻറ്റ് സ്പീഷ്യസ് ഓഫ് ബട്ടർഫ്ലൈസ്, പിന്നെ പലതരത്തിലുള്ള ബട്ടർഫ്ലൈസുകൾ, ഇൻക്ലൂഡിങ് ദി അറ്റ്ലസ് മോത്ത്, ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മോത്ത്. ഇനി അതിലേതൊക്കെ? ഇൻക്ലൂഡിങ് ദി അറ്റ്ലസ് മോത്ത്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോത്ത്, ചിത്രശലഭത്തിൻ്റെ വർഗ്ഗത്തിൽ ഉൾപ്പെടുന്നതാണ് ബട്ടർഫ്ലൈസിൻ്റെ പിന്നെ ഒരു കാറ്റഗറിയിൽ മോത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മോത്ത് ഏതാണ്? അറ്റ്ലസ് മോത്ത്. ഇതാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ അതിൽ പിന്നെ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് എഴുതണം. അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു വൺ വേർഡാണ് വിച്ച് ഈസ് ദി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മോത്ത്. ഏതാണ് ലോകത്തിലെ ബിഗ്ഗസ്റ്റ് മോത്ത്? അതിൻ്റെ പേര് അറ്റ്ലസ് മോത്ത്. വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അത് പ്രത്യേകം എടുത്ത് പഠിക്കുക. ദെൻ രണ്ടാമത്തത് ഡെസ്യൂഡസ് ഫോറസ്റ്റ്. ഇനി ഡെസ്യൂഡസ് ഫോറസ്റ്റ് എന്താണ്? Deciduous forest grow in areas where only seasonal rainfall is available. സീസണൽ റെയിൻഫാൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഏതുള്ളത്? ഡെസ്യൂഡസ് ഫോറസ്റ്റ് ഉള്ളത്. ഇറ്റ് ഫോംസ് ദ മേജർ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദി ഇന്ത്യൻ പെനിൻസുല. ഇന്ത്യൻ പെനിൻസുലയിൽ മേജർ നാച്ചുറൽ വെജിറ്റേഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കാണുന്ന ഏതൊക്കെയാണ് അനിമൽസ്? വെറൈറ്റീസ് ഓഫ് ഡീർ അല്ലേ, പലതരത്തിലുള്ള മാനുകൾ, പിന്നെ ഹെയർ മുയലുകൾ, പീക്കോക്ക്, ഹോൺബിൽ എന്ന് പറഞ്ഞാൽ എന്താ? വേഴാമ്പൽ അല്ലേ. സെവറൽ സ്പീഷ്യസ് ഓഫ് ബേർഡ്സ്, പലതരത്തിലുള്ള ബേർഡ്സുകൾ, ഇന്ത്യൻ ഗോറ് അതായത് കാട്ടുപോത്ത്, എലിഫൻറ്റ്, ടൈഗർ, ലെപ്പേർഡ്, പുള്ളിപ്പുലി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസും എഴുതുക, പിന്നെ ഈ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തൊട്ടിട്ട് ഏതൊക്കെ അനിമൽസ് അവിടെ കാണപ്പെടുന്നതും എഴുതുക. ഇനി അടുത്തത് ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ്. ത്രോണ് ഷ്രബ്സുകൾ അല്ലേ. ആസ് റെയിൻഫാൾ ഈസ് മീഗർ ഓൺലി ത്രോണി ആൻഡ് ഷ്രബ് വെജിറ്റേഷൻ ഗ്രോ ഇൻ
രാജസ്ഥാൻ ഡെസേർട്ട് ആൻഡ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി പെനിൻസുല. ഇനി റെയിൻഫാൾ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണപ്പെടുന്ന, പ്രത്യേകിച്ചും രാജസ്ഥാൻ ഡെസേർട്ട്, പിന്നെ ഇന്ത്യൻ പെനിൻസുലയുടെ സെൻട്രൽ പാർട്ടിലൊക്കെ നമ്മൾ കാണപ്പെടുന്നതാണ് ത്രോണി ആൻഡ് ഷ്രബ് വെജിറ്റേഷൻ അല്ലേ, കള്ളിമുൾ ചെടികളും ചെറിയ കുറ്റിച്ചെടികളും ഒക്കെ. ഇവിടെ കാണപ്പെടുന്നത് എന്താണ്? ക്യാമൽ, വൾച്ചർ, ഈഗിൾ ആൻഡ് സെവറൽ റെപ്റ്റൈൽസ് ഇൻഹാബിറ്റാറ്റ് ദിസ് ഡ്രൈ റീജിയൻ. ഈ ഡ്രൈ റീജിയണിൽ നമ്മൾ കാണപ്പെടുന്നത് ക്യാമൽ, ഒട്ടകം, അതുപോലെ തന്നെ വൾച്ചർ, കഴുതപ്പുലി എന്ന് പറയും, ഈഗിൾ, പരുന്ത്, പിന്നെ സെവറൽ റെപ്റ്റൈൽസ്, പലതരത്തിലുള്ള റെപ്റ്റൈൽസ് എന്ന് പറയുന്ന ഉരകങ്ങൾ, അങ്ങനെയുള്ളവയാണ് നമ്മളിവിടെ കാണപ്പെടുന്നത്. ഇനി അടുത്തത് മാംഗ്രൂവ് ഫോറസ്റ്റ്. These are peculiar plant species that grow in saline soil. Saline soil എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ് രസമുള്ള അല്ലേ, അങ്ങനെയുള്ള സോയിലിൽ നമ്മൾ കാണപ്പെടുന്ന പെക്യൂലിയർ പ്ലാന്റ്സ് ആണ്. ദ മാംഗ്രൂവ് ഫോറസ്റ്റ് പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ആൻഡ് കോസ്റ്റൽ സോൺസ് ഫ്രം ഷെൽവിങ്. ഇനി മാംഗ്രൂവ് ഫോറസ്റ്റ് നമ്മളെ എന്തിനു സഹായിക്കുന്നുണ്ട്? പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ആൻഡ് കോസ്റ്റൽ സോൺസ് ഫ്രം ഷെൽവിങ്. നമ്മുടെ റിവേഴ്സിൻ്റെ ബാങ്ക്സ്, അതായത് ഭിത്തികൾ ഇടിയുന്നത്, അതൊക്കെ സംരക്ഷിക്കാൻ മാംഗ്രൂവ് ഫോറസ്റ്റ് സഹായിക്കുന്നുണ്ട്. ദ മാംഗ്രൂവ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആർ ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദി ബംഗാൾ ടൈഗർ. ഇനി വെസ്റ്റ് ബംഗാളിലെ മാംഗ്രൂവ് ഫോറസ്റ്റുകൾ ബംഗാൾ ടൈഗറിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ്. നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വാസസ്ഥലം, പ്രകൃതിദത്തമായിട്ടുള്ള വാസസ്ഥലം, പ്രകൃതി തന്നെ കൊടുത്ത ഒരു താമസ സ്ഥലമാണ് ഏത്? വെസ്റ്റ് ബംഗാളിലെ മാംഗ്രൂവ് ഫോറസ്റ്റുകൾ. ദ മാംഗ്രൂവ് റൂട്ട്സ് പ്രൊവൈഡ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ടു സെവറൽ സ്പീഷീസ് ഓഫ് ഫിഷസ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫിഷസിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട് കൂടിയാണ് മാംഗ്രൂവ് റൂട്ട്സ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് എഴുതാനുള്ളതാണ്. അതിലേറ്റവും പ്രത്യേകിച്ചുള്ളതാണ് ഏത്? ദ മാംഗ്രൂവ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആർ ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദി ബംഗാൾ ടൈഗർ. ഇത് നമുക്ക് വൺ വേർഡ് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ്? ഡാഷ് ആർ ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദി ബംഗാൾ ടൈഗർ. അപ്പോൾ അതിലേതാണ്? മാംഗ്രൂവ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അല്ലെങ്കിൽ അത് നേരെ തിരിച്ചും ചോദിക്കാം. ദ മാംഗ്രൂവ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആർ ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ഡാഷ്. അത് ഏതിൻ്റെയാ? ബംഗാൾ ടൈഗർ. അപ്പോൾ രണ്ട് രീതിയിലും ചോദിക്കാം. മാംഗ്രൂവ് ഫോറസ്റ്റിനെ കുറിച്ച് എഴുതാനും ചോദിക്കാം, പിന്നെ ഇത് വൺ വേർഡായിട്ടും ചോദിക്കാം. ദെൻ മോണ്ടെയിൻ ഫോറസ്റ്റ്. The coniferous trees that grow in the higher reaches and the mosses in the severely cold regions fall in the category of montane forest. ഇനി കോണിഫറസ് ട്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പൈൻ മരങ്ങൾ അല്ലേ. ദാറ്റ് ഗ്രോ ഇൻ ദി ഹയർ റീച്ചസ് ആൻഡ് ദ മോസസ് ഇൻ ദി സിവിയർലി കോൾഡ് റീജിയൻസ് ഫാൾ ഇൻ ദ കാറ്റഗറി ഓഫ് മോണ്ടെയിൻ ഫോറസ്റ്റ്. ഇവിടെ കാണപ്പെടുന്നത് ഹയർ റീച്ചസിൽ കോണിഫറസ് ട്രീസും അതുപോലെ തന്നെ സിവിയർലി കോൾഡ് റീജിയനിൽ മോസസിൻ്റെ പായലുകൾ, അതുമാണ് നമ്മൾ കാണപ്പെടുന്നത്. സെവറൽ റെയർ അനിമൽസ് ലൈക്ക് ദ മസ്ക് ഡിയർ. ഇവിടെ കാണപ്പെടുന്ന റെയർ അനിമൽസ് ആണ് മസ്ക് ഡിയർ, കസ്തൂരിമാൻ എന്ന് പറയും, സ്നോ ലെപ്പേർഡ്, അതുപോലെ തന്നെ ഹിമക്കരടി ആൻഡ് ദ ഹിമാലയൻ താർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്ന അനിമൽസ് ആണ്. ദ ഹൈ റേഞ്ചസ് ഓഫ് ദി വെസ്റ്റേൺ ഗഡ്സ് ഈസ് ദി അബോർഡ് ഓഫ് ദി നീലഗിരി താർ. പിന്നെ അതുപോലെ തന്നെ നീലഗിരി താറുകളുടെ പിന്നെ ഒരു വാസസ്ഥലം ഏതാണ്? ഹൈ റേഞ്ചസ് ഓഫ് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഹൈ റേഞ്ചസ് നീലഗിരി താറുകളുടെ വാസസ്ഥലമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഈ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റും അതുപോലെ തന്നെ നാച്ചുറൽ വെജിറ്റേഷനും അനിമൽ ഡൈവേഴ്സിറ്റിയും. അപ്പോൾ ഇത് എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ദി വേരിയസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് അനിമൽ ലൈഫ് ഓഫ് ഇന്ത്യ. എന്നിട്ട് ഈ പറഞ്ഞ ഓരോന്നും ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഡെസിഡസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ്, മാംഗ്രൂവ് ഫോറസ്റ്റ്, മോണ്ടെയിൻ ഫോറസ്റ്റ് എന്നുള്ള ഓരോന്നും ഹെഡിങ് എഴുതി അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്, അതും നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വയ്ക്കണം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, നമ്മൾ ഈ ഒരു വർഷത്തേക്കുള്ള എല്ലാ ചാപ്റ്ററുകളും ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇനി ബാക്കി നമുക്ക് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.